السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് കുറെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഥകളിൽ നമുക്ക് ധാരാളം സന്ദേശങ്ങളും പാഠങ്ങളും ഉണ്ട്. നബി പറഞ്ഞു കൊടുത്ത കഥകളുടെ ഗുണപാഠങ്ങൾ അത് നബിയുടെ അനുചരന്മാർക്ക് മാത്രമുള്ളതല്ല, അത് നമുക്ക് കൂടി ഉള്ളതാണ്. 100 പേരെ കൊന്നൊരു മനുഷ്യന്റെ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബനൂ ഇസ്രായേൽകാരിൽപ്പെട്ട ഒരാള് 99 ആൾക്കാരെ വധിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഹല്ലി മിൻ തൗബ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ, എനിക്ക് തൗബയുണ്ടോ? അപ്പൊ ജനങ്ങൾ ഒരു ആബിദിനെ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന് കുറെ ഇബാദത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അയാളോട് പോയിട്ട് ചോദിച്ചു നോക്കൂ. ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു, അയാളോട് ചോദിച്ചു, 99 ആൾക്കാരെ ഞാൻ വധിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് തൗബ ഉണ്ടാവോ? അപ്പൊ അയാൾ 99 ആൾക്കാരെ കൊന്ന നിനക്ക് എങ്ങനെ തൗബ കിട്ടുക? നിനക്ക് തൗബ ഉണ്ടാവില്ല, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരികയില്ല. ഇയാൾ ആ മനുഷ്യനെയും കൊന്നു. ഞാൻ ആ മനുഷ്യയും വധിച്ച് 100 തികച്ചു. എന്നിട്ട് വീണ്ടും അയാൾ ചോദിക്കാണ്, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബ ഉണ്ടോ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? അപ്പൊ ജനങ്ങൾ ഒരു ആലിമിനെ കാണിച്ചു കൊടുത്തു, അറിവുള്ള ഒരു മനുഷ്യനെ കാണിച്ചു കൊടുത്തു. അയാളോട് ചോദിച്ചു, 100 ആൾക്കാരെ ഞാൻ കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ, എനിക്ക് തൗബ ഉണ്ടാകുമോ? അപ്പൊ ആ ആലിമായ മനുഷ്യൻ ഇയാളോട് തിരിച്ചു ചോദിച്ചത്, മൻ യഹൂലു ബൈനക വബൈന തൗബ, ആരാണ് നിനക്കും തൗബക്കും ഇടയിൽ മറയിട്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും അള്ളാഹു നിനക്ക് പുറത്തു തരും, അള്ളാഹു നിനക്ക് മാപ്പ് തരും. പക്ഷെ ഈ നാട്ടിൽ നിന്ന് നീ മാറി താമസിക്കണം. ഇവിടുത്തെ സാഹചര്യങ്ങളും അവസ്ഥയൊന്നും നിനക്ക് നന്നാകാൻ പറ്റിയ അവസ്ഥയല്ല. അപ്പൊ ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകണം, വേറെ നാട്ടിലേക്ക് പോകണം. ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ നിനക്ക് നന്നാകാൻ പറ്റൂല. അങ്ങനെ ആ മനുഷ്യൻ ആ നാട്ടിൽ നിന്ന് ഹിജറ പോകുന്നതും ഹിജറക്കിടയിൽ അയാൾ മരിക്കുന്നതും റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ആ മനുഷ്യന്റെ റൂഹിനെ സ്വീകരിക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗങ്ങളാണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്, 99 ആളെ കൊന്നിട്ട് ആ മനുഷ്യൻ ആബിദായ, അള്ളാഹുവിന് കുറെ ഇബാദത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന, എന്നാൽ വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാളോട് ചോദിച്ചത് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്നാണ്. ആ മനുഷ്യൻ പറഞ്ഞത് അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല എന്നാണ്. 100 ആളെ കൊന്നിട്ട് ആലിമായ ഒരു മനുഷ്യനോട് ചോദിച്ചത് അള്ളാഹു എനിക്ക് തൗബ തരുമോ, പുറത്തു തരുമോ? അപ്പൊ ആ ആലിമായ മനുഷ്യൻ പറഞ്ഞത് അള്ളാഹു നിനക്ക് എന്തായാലും പുറത്തു തരുന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ അടിവരയിടേണ്ട സംഗതി, ഒരു ആലിമും ഒരു ആബിദും തമ്മിലുള്ള മാറ്റാൻ. അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരിക്കലും തുല്യമാവുകയില്ല, ഒരിക്കലും സമമാവുകയില്ല എന്ന വലിയൊരു പാഠം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത ഈ കഥയിൽ നമുക്കുണ്ട്. ഖുർആൻ ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. നബി അവരോട് ചോദിക്ക്, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യാവോ? അതൊരിക്കലും ഒരുപോലെയല്ല. അപ്പൊ അറിവുള്ള ഒരാളുടെ നിസ്കാരവും അറിവില്ലാത്ത ഒരാളുടെ നിസ്കാരവും ഒരുപോലെ ആവൂല. അപ്പൊ ആ ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറെ ശ്രേഷ്ഠതയുള്ള പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമായിട്ടുള്ള സംഗതിയാണ് ഇൽമ് പഠിക്കുക, അറിവന്വേഷിക്കുക എന്നത്.
ആ അറിവന്വേഷിക്കുന്ന താലിബുൽ ഇൽമിന് വേണ്ടിയിട്ട് എല്ലാവരും ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. ഹത്തൽ ഹീതാനി ഫിൽ ബഹർ, ഒരു കടലിലെ മത്സ്യമടക്കം ആ അറിവന്വേഷിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ആ ശ്രേഷ്ഠതയും അള്ളാഹുവിന്റെ ഔദാര്യവും ഒക്കെ ലഭിക്കുന്ന അവന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ശുറൂത്തുസ് സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാതുഹ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ കിതാബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്കാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമ്മൾ 6 ഷർത്തുകളാണ് പൂർത്തിയാക്കിയത്. ഇനി 7ാമത്തെ ഷർത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മുടെ കിതാബിന്റെ ഒരു PDF നമ്മുടെ അൽബയാന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PDF നോക്കിയിട്ട് ക്ലാസ്സിലിരിക്കാം. ആ PDF എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും 7ാമത്തെ ഷർത്ത് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. അശ്ശർതു സാബിഅ, 7ാമത്തെ ഷർത്ത്. നിസ്കാരം ശരിയാകാനുള്ള ഷർത്താണോ നിർബന്ധാകാനുള്ള ഷർത്താണോ? ശരിയാകാനുള്ള ഷർത്താണ്. നിസ്കാരം ശരിയാകാനുള്ള 7ാമത്തെ നിബന്ധനയായിട്ട് ഷെയ്ഖ് പറയുന്നത് ദുഖൂലുൽ വഖ്തി. എന്താ ദഖല എന്ന് പറഞ്ഞാല്? പ്രവേശിച്ചു. ദഖല യദ്ഖുലു, ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, പ്രവേശിക്കൽ. ദുഖൂലുൽ വഖ്തി, സമയം പ്രവേശിക്കൽ എന്ന് പറഞ്ഞാൽ സമയമാകൽ. അപ്പൊ സമയമാകുന്നതിന് മുമ്പ് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. അപ്പൊ നിസ്കാരം ശരിയാകാനുള്ള 7ാമത്തെ നിബന്ധനയായിട്ട് നമ്മൾ പറയുന്നത് ദുഖൂലുൽ വഖ്തി, സമയമായതിനു ശേഷമാണ് ഒരാൾ നിസ്കരിക്കേണ്ടത്. അതിന്റെ തെളിവ് ഷെയ്ഖ് കൊടുക്കുന്നു. വദ്ദലീലു മിനസ് സുന്ന, അത് സുന്നത്തിൽ നിന്നുള്ള തെളിവ് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അന്നഹു അമ്മൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലിൽ വഖ്തി വഫി ആഖിരിഹി. ഒന്നാമത്തെ ദിവസം വന്നു. എല്ലാ നിസ്കാരവും അതിന്റെ ആദ്യ സമയത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി നിന്നുകൊണ്ട് നിർവഹിച്ചു. സുബഹി അതിന്റെ ആദ്യ സമയത്ത്, ദുഹർ അതിന്റെ ആദ്യ സമയത്ത്, അസ്ർ അതിന്റെ ആദ്യ സമയത്ത്, മഗ്രിബ്, ഇശാ എല്ലാം അതിന്റെ ഫസ്റ്റ് ടൈമിൽ ആദ്യ സമയത്ത് നിർവഹിച്ചു. അടുത്ത ദിവസം വന്നു. അടുത്ത ദിവസം വന്നിട്ട് എല്ലാ നിസ്കാരവും അതിന്റെ അവസാന സമയത്തും നിർവഹിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ മുഹമ്മദു അസ്സലാത്തു മാ ബൈന ഹാദൈനി അൽ വഖ്തൈൻ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ 2 സമയങ്ങൾക്കിടയിലാണ്. അപ്പൊ ഇന്നലെ വന്നിട്ട് ദുഹർ ആദ്യ സമയത്ത് നിർവഹിച്ചു, ഇന്ന് വന്നിട്ട് ദുഹർ അതിന്റെ അവസാന സമയത്ത് നിർവഹിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ദുഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ നിർവഹിച്ച ആദ്യ സമയം മുതൽ ഇന്ന് നമ്മൾ നിർവഹിച്ച അവസാന സമയം വരെയാണ്. അങ്ങനെ ഓരോ നിസ്കാരവും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ഇമാമു നിന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ്മൂമായിട്ട് നിസ്കരിച്ചു. അതാണ് നിസ്കാരത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ട് സുന്നത്തിൽ നിന്നുള്ള തെളിവ്. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം എന്നത് ഈമാനുള്ളവരുടെ മേൽ സമയം നിർണയിച്ചിട്ട് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള സംഗതിയാണ്. അതാണ് ഷെയ്ഖ് പറയുന്നത് മഫ്റൂദൻ ഫിൽ ഔഖാത്ത്. അത് സമയബന്ധിതമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഓരോ നിസ്കാരത്തിനും സമയമുണ്ട്. ലുഹറിന് ലുഹറിന്റെ സമയമുണ്ട്, അസറിന് അസറിന്റെ സമയമുണ്ട്. ഒരാൾ ലുഹർ അസറിന്റെ സമയത്ത് നിസ്കരിച്ചാൽ ഇളവൊന്നും ഇല്ല എങ്കിൽ, കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ നിസ്കാരം എന്താവൂല, സ്വീകാര്യോഗ്യ ആവൂല. കാരണം അള്ളാഹു ലുഹർ നിസ്കരിക്കാൻ പറഞ്ഞത്, റസൂല് ലുഹർ നിസ്കരിക്കാൻ പറഞ്ഞത് ലുഹറിന്റെ സമയത്താണ്, അസറിന്റെ സമയത്തല്ല. ഓക്കെ, അപ്പൊ അതാണ് ഖുർആൻ എന്നുള്ള തെളിവ്. വദലീലുൽ ഔഖാത്തി, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ സമയങ്ങൾക്കുള്ള തെളിവായിട്ട് ഷെയ്ഖ് എടുത്തു കൊടുക്കുന്ന ആയത്ത്, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി
ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഓരോ നിസ്കാരത്തിന്റെയും സമയമായിട്ട് സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഭാഗമാണ് ഷെയ്ഖ് അതിന് തെളിവായിട്ട് എടുത്തു കൊടുക്കുന്നത്. ഇവിടെ ഫജ്ർ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്ർ നിസ്കാരം സാക്ഷി പറയപ്പെടുന്ന നിസ്കാരാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ നിന്നും ഫജ്ർ നിസ്കാരത്തിനുള്ള ഒരു ശ്രേഷ്ഠത എന്താണ്? ഖുർആൻ കുറച്ച് അധികം ഓതുന്ന നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായിട്ട് പാരായണം ചെയ്തിരുന്ന നിസ്കാരമായിരുന്നു ഫജ്ർ നിസ്കാരം. അതിനൊരു കാരണം കൂടിയുണ്ട്. മലക്കുകൾ സാക്ഷികളാകുന്ന നിസ്കാരമാണ് ഫജ്ർ നിസ്കാരവും അതുപോലെ തന്നെ അസ്ർ നിസ്കാരവും. മലക്കുകൾ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഭൂമിയിൽ പകല് ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്, രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട്. ഈ രാത്രി ഡ്യൂട്ടിയുള്ള ആൾക്കാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക അസറിന്റെ സമയത്താണ്. ഒരു ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുക ഫജ്റിന്റെ സമയത്തുമാണ്. പകൽ ഡ്യൂട്ടിയുള്ള ആൾക്കാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഫജ്റിന്റെ സമയത്താണ്. ഒരു തിരിച്ചു പോകുന്നത് അസറിന്റെ സമയത്തുമാണ്. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് കൂടുന്ന നിസ്കാരമാണ് ഫജ്ർ നിസ്കാരവും അസ്ർ നിസ്കാരവും. ഈ രണ്ട് നിസ്കാരവും കഴിഞ്ഞിട്ട് ആ മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അള്ളാഹു ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ അവര് പറയും, ഞങ്ങൾ നിന്റെ അടിമകളുടെ അടുക്കൽ നിന്നാണ് വരുന്നത്. ഓരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഒരു നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഒരു നിസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് പോരുമ്പോഴും ഒരു നിസ്കാരത്തിലായിരുന്നു എന്നാണ് മലക്കുകൾ സാക്ഷി പറയുന്ന ആ ഫജ്റിന്റെയും അസ്റിന്റെയും ജമാഅത്ത് നിസ്കാരങ്ങളിൽ നമ്മൾ ഉണ്ടോന്ന് എന്ത് ചെയ്യുക? നമ്മൾ ആലോചിക്കുക. അപ്പൊ ഇതാണ് ഏഴാമത്തെ ഷർത്തായിട്ട് ഷെയ്ഖ് പറയുന്നത്, ദുഖൂലുൽ വഖ്തി, നിസ്കാരത്തിന്റെ സമയമാവുക. അപ്പൊ സമയമാകുന്നതിന് മുമ്പ് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം ശരിയാവൂല. ബോധപൂർവം സമയമായതിനു ശേഷമാണ് ഒരാൾ നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമാകൂല എന്ന് പറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അവരൊക്കെ ആ അഭിപ്രായക്കാരാണ്. കാരണം അള്ളാഹു ഓരോ നിസ്കാരത്തിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്. നബി എപ്പോഴാണ് ദുഹർ നിസ്കരിക്കാൻ കൽപ്പിച്ചത്? ലുഹറിന്റെ സമയത്താണ്, അത് അസറിന്റെ സമയത്തല്ല. അപ്പൊ അസറിന്റെ സമയത്താണ് ഒരാൾ ഒരു ഇളവുമില്ലാതെ ലുഹർ നിസ്കരിക്കുന്നതെങ്കിൽ അത് നബി കൽപ്പിച്ച കാര്യമല്ല. അപ്പൊ നബി കൽപ്പിച്ചതല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ബോധപൂർവം ഒരാൾ ഒരു നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ചാൽ അയാൾക്ക് ആ നിസ്കാരം മടക്കി നിർവഹിക്കാനുള്ള അവസരം പോലും ഇല്ല. പിന്നെ അയാൾ ചെയ്യേണ്ടത് തൗബയാണ്, തൗബ ചെയ്യുക എന്നതാണ്. എന്നാൽ ഇളവുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? നിസ്കാരത്തിന്റെ സമയം നീട്ടാം. അതാണ് ജംഉ തഅഖീർ, രണ്ട് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്ന രൂപം. അതിൽ ഒരാള് ദുഹർ എന്ത് ചെയ്യുന്നു? അസറിന്റെ സമയത്തേക്ക് നീട്ടിവെക്കുന്നു. അയാൾക്ക് ഇളവുണ്ട്, അയാൾ രോഗിയാണ്, അല്ലെങ്കിൽ അയാൾ യാത്രക്കാരനാണ്. അങ്ങനെ ഇളവുണ്ടെങ്കിൽ അങ്ങനെ നീട്ടുന്നതിന് എന്തില്ല, പ്രശ്നമില്ല. കേട്ടില്ല? ഇല്ല, അത് ഇളവായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഷെയ്ഖുമാരുടെ ഒന്നും ഫത്വകളിൽ ഇപ്പൊ ഈ ജോലിന്റെ കാര്യം പറഞ്ഞിട്ട് ഇളവ് ചോദിക്കുന്നവർക്ക് ഇളവ് കൊടുക്കുന്നത് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതൊക്കെ ആ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കാണ് വേണ്ടതെന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. ഇനി സമയമാകുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിലും ആ നിസ്കാരം എന്താവൂല, ശരിയാവൂല. ബാങ്ക് കൊടുത്തിട്ടില്ല, 12:31 ബാങ്ക്. ഒരാള് ഒരു 30 സെക്കൻഡ് ബാക്കിയുണ്ട്, ആ സമയത്ത് തക്ബീർ കെട്ടി, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടി നിസ്കാരം തുടങ്ങി. മൂപ്പര് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുമ്പോ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ നിസ്കാരം എന്താവൂല, ശരിയാവൂല. നിസ്കാരം തുടങ്ങേണ്ട സമയമാണ് എന്ത്? ദുഖൂലുൽ വഖ്ത് എന്ന് പറഞ്ഞാൽ. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഉടനെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്ക് കൊടുത്തിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. പക്ഷേ സമയമാകുന്നതിന്റെ കുറച്ച് മുമ്പാണ് മൂപ്പർ എന്ത് ചെയ്തത്? നിസ്കാരം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യൂല, അയാളെ നിസ്കാരം ശരിയാവൂല എന്നുള്ളതാണ്. ഇത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമയമാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്താൽ പള്ളി വരുന്ന ആൾക്കാർക്ക് അറിയാം നിസ്കാരം തുടങ്ങിയിട്ടില്ല, കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ പുറത്തുള്ള ഒരാൾ, ഒരു രോഗിയാണെന്ന് വിചാരിക്കുക, ഇപ്പൊ ഒരു 2 മിനിറ്റ് മുമ്പ് എന്ത് ചെയ്തു? ബാങ്ക് കൊടുത്തു. ഇവര് ഉളുവൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുകയാണ് പോരയില്.
ബാങ്ക് കേട്ട ഉടനെ മൂപ്പര് എന്ത് ചെയ്തു? നിസ്കരിച്ചു. എന്നാൽ നിസ്കാരത്തിന് സമയമായിക്കണോ? 2 മിനിറ്റ് ബാക്കിയുണ്ട്. ഇതാ സാധു അറിയുന്നില്ല. പള്ളി വരുന്ന ആൾക്കാർക്കല്ലേ നിസ്കാരത്തിന് സമയമായിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഒരു രോഗിയാണ്, പുരയിലിരിക്കുന്ന ആളാണ്, ബാങ്ക് കേട്ടു സമയമായി എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്തു? നിസ്കരിച്ചു. അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ. അപ്പൊ സമയമായതിനു ശേഷമാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? മുഅദ്ദിൻ ഉറപ്പുവരുത്തണം. സമയാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തിട്ട് വേറൊരാള് സമയാകുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ അതിന്റെ കുറ്റമാർക്കാണ്? മുഅദ്ദിനാണ്, ബാങ്ക് കൊടുക്കുന്ന ആൾക്കാണെന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരാള് അറിയാതെ എന്ത് ചെയ്തു? നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അസർ കൊടുക്കുന്നത് 3:50-നാണ്. മൂപ്പര് 3:45-ന് അസർ നിസ്കരിച്ചു. സമയാകുന്നതിന് മുമ്പ് നിസ്കരിച്ചു. ഇപ്പൊ ഏതായാലും നിസ്കാരം കഴിഞ്ഞല്ലോ, ഇനി അടുത്ത ഇതിൽ നോക്കാം എന്ന് വിചാരിച്ചാൽ മതിയോ? പറ്റുമോ? പറ്റൂല. സമയാകുന്നതിന് മുമ്പ് അറിയാതെ മൂപ്പര് നിസ്കരിച്ചതെങ്കിൽ മൂപ്പർക്ക് അതിന് കുറ്റം ഉണ്ടാവൂല. ഒരാൾ സമയമായിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ബോധപൂർവ്വം അസർ നിസ്കരിക്കുകയാണെങ്കിൽ മൂപ്പർക്ക് കുറ്റം ഉണ്ടാവും. കാരണം സമയമായതിനു ശേഷമാണ് നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. സമയമായത് അറിയാതെ അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്നുള്ള വിവരം അറിയാതെ ഒരാൾ നിസ്കരിച്ചു, അതിന് മൂപ്പർക്ക് എന്തുണ്ടാവില്ല? ശിക്ഷ ഉണ്ടാവില്ല. അത് സുന്നത്തായിട്ട് അള്ളാഹു പരിഗണിക്കും. മൂപ്പർ ചെയ്ത ആ നന്മ അള്ളാഹു പാഴാക്കി കളയുകയില്ല. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യണം? ആ നിസ്കാരം മടക്കി നിർവഹിക്കണം. സമയമായതിനു ശേഷം മടക്കി നിർവഹിച്ചാലേ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് വിഷയം. നിർബന്ധമല്ല. ബാങ്ക് കൊടുത്താൽ സമയമായി, അള്ളാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സമയമായി. ആ ബാങ്ക് തീരാൻ കാത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ആ ബാങ്കിനുള്ള ജവാബ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രബലമായ സുന്നത്താണ്. ആ നന്മകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. എന്നാൽ ബാങ്ക് കൊടുത്തു തുടങ്ങിയാൽ തന്നെ നിസ്കാരത്തിന് എന്തായിട്ടുണ്ട്? സമയമായിട്ടുണ്ട്. ഒരാൾ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ബാങ്കിന്റെ കൂടെ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം സ്വീകാര്യോഗ്യമാണ്. ബാങ്ക് തീരാൻ കാത്തു നിൽക്കണം എന്നുള്ള നിർബന്ധമില്ല. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ സമയം തെറ്റിക്കഴിഞ്ഞാൽ ബോധപൂർവമാണ് സമയം തെറ്റിച്ചത് എങ്കിൽ മൂപ്പർക്ക് ആ നിസ്കാരം മടക്കി നിർവഹിക്കാനുള്ള അവസരം പോലും ഇല്ല. അയാൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാണ് വേണ്ടത്. എന്നാൽ മറന്നിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാണെങ്കിലോ അപ്പോഴോ? അപ്പൊ ആ നിസ്കാരം ഒഴിവാകുമോ? ഇല്ല. എപ്പോഴാണോ മൂപ്പര് ഉണരുന്നത് അപ്പം എന്തെങ്കിലും ആ നിസ്കാരം നിർവഹിക്കണം. എപ്പോഴാണോ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വരുന്നത് അപ്പം ആ നിസ്കാരം നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ സ്വലാത്തൻ, ആരെങ്കിലും ഒരു നിസ്കാരത്തിന്റെ കാര്യം മറന്നുപോയി, ഫൽ യുസല്ലിഹാ ഇദാ ദക്കറഹ, എപ്പോഴാണോ അയാൾ അത് ഓർക്കുന്നത് അപ്പോ അയാൾ അത് നിർവഹിക്കണം. ലാ കഫാറത ലഹാ ഇല്ലാ ദാലിക്, അതല്ലാത്ത വേറൊരു പ്രായശ്ചിത്തം അതിനില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 684-ാമത്തെ ഹദീസാണത്. അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോവും, സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിപ്പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്രയിലാണ്. അങ്ങനെ യാത്രക്കിടയിൽ അവര് ക്ഷീണിതരാണ്, തളർന്നിട്ടുണ്ട്, ഉറങ്ങിപ്പോയി. ഫജറിന്റെ സമയമാണ്. എല്ലാവരും എഴുന്നേൽക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും എഴുന്നേറ്റത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന 681-ാമത്തെ ഹദീസിൽ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം ഫജ്ർ നിസ്കാരവും സഹാബിമാരെയും കൂട്ടിയിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നബി യാത്രയിലും അല്ലാത്ത സമയത്തും ഒഴിവാക്കാത്ത സുന്നത്താണ് ഫജ്റിന് മുമ്പുള്ള സുന്നത്തും അതുപോലെ തന്നെ വിത്ർ നിസ്കാരവും. ഈ 2 നിസ്കാരങ്ങൾ നബി യാത്രക്കാരനാവുമ്പോഴും ഒഴിവാക്കിയിട്ടില്ല, അല്ലാത്ത സമയങ്ങളിലും ഒഴിവാക്കിയിട്ടില്ല. അതല്ലാത്ത റവാത്തിബുകൾ, ഇപ്പൊ ളുഹറിന് മുമ്പുള്ള 4, ശേഷമുള്ള 2, ഐഷാക്ക് ശേഷമുള്ള 2, മഗ്രിബിന് ശേഷമുള്ള 2, ഇതൊക്കെ യാത്രക്കാരൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കിയിരുന്നു. റവാത്തിബ് സുന്നത്തുകൾ. അപ്പൊ നമ്മൾ യാത്രക്കാരനാവുമ്പോ ആ റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കലാണ് എന്ത്? സുന്നത്ത്. ചില സുന്നത്തുകൾ അങ്ങനെ ഉണ്ടാകും, ഒഴിവാക്കലായിരിക്കും സുന്നത്തായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ ഹദീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫജ്ർ നിസ്കാരം നിർവഹിക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. പക്ഷേ സാധാരണ നബി എങ്ങനെയാണോ ഫജ്ർ നിസ്കരിക്കാറുള്ളത് അതേ കോലത്തിൽ, അതിൽ മാറ്റൊന്നും വരുത്താതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ഫജ്ർ നിസ്കാരം നിർവഹിച്ചത്. ഫസനഅ കമാ യസ്നഉ എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ അർത്ഥം സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഒരാൾ ഫജ്ർ നിസ്കരിക്കുന്നതെങ്കിലും അയാൾ എങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്?
ഉച്ചത്തിൽ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇപ്പൊ നേരം വെളുത്തല്ലോ, അപ്പൊ രാവിലെ പകലുള്ള നിസ്കാരങ്ങളൊക്കെ പതുക്കെയല്ല ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ട് പകല് പതുക്കെ ഓതുക എന്നുള്ളതല്ല. നമ്മൾ ഏത് നിസ്കാരമാണോ വീട്ടിൽ നിർവഹിക്കുന്നത് ആ നിസ്കാരം അതിന്റെ സമയത്ത് എങ്ങനെയാണോ നിർവഹിക്കുക അങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇപ്പൊ ഒരാള് ഇശ മറന്നുപോയി, ഇന്ന് രാത്രി ഇശ അയാൾ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, മറന്നുപോയി. നാളെ ഒരു 12 മണിക്കാണ് മൂപ്പർക്ക് ഓർമ്മ വന്നത് ഇന്നലെ രാത്രി ഇശ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ പകൽ സമയത്ത് ഇശ നിസ്കാരം മൂപ്പര് മടക്കി നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിർവഹിക്കുമ്പോൾ ഖളാ ആയിട്ട് നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം? ഉച്ചത്തിൽ ഓതിയിട്ടാണോ പതുക്കൻ ഓതിയിട്ടാണോ? ഉച്ചത്തിൽ ഓതിയിട്ടാണ് നിസ്കരിക്കണം. അതാണ് സുന്നത്ത്. ഒരു നിസ്കാരം എങ്ങനെയാണോ നിർവഹിക്കേണ്ടത് അതാണ് പരിഗണിക്കേണ്ടത്. നിസ്കരിക്കുന്ന സമയമല്ല പരിഗണിക്കേണ്ടത്. നിസ്കരിക്കുന്ന സമയമല്ല കണക്കാക്കേണ്ടത്. ആ നിസ്കാരം അതിന്റെ സമയത്ത് ശരിയായ നേരത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണോ നിർവഹിക്കുക അതാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ നിസ്കരിക്കുന്ന സമയമല്ല പരിഗണിക്കേണ്ടത്. ഈ നിസ്കാരത്തിൽ ഉച്ചത്തിൽ ഓതലും പതുക്കൻ ഓതലും എന്താണ്? നിർബന്ധാണോ സുന്നത്താണോ? എന്താണ്? സുന്നത്താൻ. ഒരാള് മഗ്രിബ് നിസ്കരിക്കാൻ നിന്നു, നമ്മളെ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, മൂപ്പരൊന്നും ചൊല്ലുന്നും നമ്മൾ കേൾക്കുന്നില്ല. മൂപ്പര് പതുക്കനെയാണ് ഫാത്തിഹ ഓതുന്നത്, സൂറത്തുകൾ ഓതുന്നത്. അത് കഴിഞ്ഞിട്ട് മൂപ്പര് നേരെ റുക്കൂയിലേക്ക് പോയി. അപ്പൊ ഞങ്ങളെ നിസ്കാരം ബാത്തിലായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ഉച്ചത്തിൽ ഓതേണ്ട നിസ്കാരങ്ങൾ ഉച്ചത്തിൽ ഓതുക എന്നുള്ളത് സുന്നത്താൻ. പതുക്കെ ഓതുന്ന നിസ്കാരങ്ങൾ പതുക്കെ ഓതുക എന്നുള്ളത് സുന്നത്താൻ. ഒരാള് ദുഹർ ഉച്ചത്തിൽ ഓതി, അത് അയാൾ നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമല്ല. അസർ ഉറക്കൻ ഓതി, അല്ലെങ്കിൽ ഇഷാഇന്റെ അവസാനത്തെ 2 റക്അത്തുകൾ അവർ ഉച്ചത്തിൽ ഓതി, അത് അവരുടെ നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ അവർക്ക് ആ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു. നമ്മൾ ആ സുന്നത്തിന്റെ കൂലി വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആൾക്കാരല്ലല്ലോ. ആ സുന്നത്ത് അങ്ങനെ തന്നെ മുറുകെ പിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കുക. അതെ അതെ, സുന്നത്താൻ. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്തും ഉച്ചത്തിൽ ഓതേണ്ട നിസ്കാരങ്ങൾ ഉച്ചത്തിൽ ഓതുക, പതുക്കെ ഓതേണ്ട നിസ്കാരങ്ങൾ പതുക്കെ ഓതുക, അതാണ് സുന്നത്ത്. നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, ജമാഅത്തായിട്ടല്ല നിർവഹിക്കുന്നത് എങ്കിലും ഒറ്റക്കാണെങ്കിലും ഉറക്കനെ ഓതേണ്ട നിസ്കാരങ്ങളിൽ ഉറക്കനെ ഓതലാണ് സുന്നത്ത്. പതുക്കനെ ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കനെ ഓതലുമാണ് സുന്നത്ത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ ഒരു സൈഡ് പോയിന്റ് എന്നുള്ള നിലക്ക്. ഇപ്പോ ദീനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുന്റെ റസൂല് പറഞ്ഞതാണ്. അതിലിപ്പോ നമുക്ക് ആണ് പ്രത്യേകിച്ച് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഗതി അല്ലാതെ. ഇപ്പോ എന്തുകൊണ്ടപ്പോ ളുഹർ 4 റക്അത്ത് നമ്മൾ പതുക്കനെ ഓതുന്നത്? എന്താണ്ടപ്പോ ഇശാഇന്റെ ആദ്യത്തെ 2 റക്അത്ത് ഉച്ചത്തിൽ ഓതുന്നു, രണ്ടാമത്തെ 2 റക്അത്ത് പതുക്കനെ ഓതുന്നു? എന്താ അങ്ങനെ ചോദിച്ചാൽ അതങ്ങനെയാണ് റസൂല് കാണിച്ചു തന്നിട്ടുള്ളത്. ഏതായാലും ഉറക്കൊക്കെ നഷ്ടപ്പെടുത്തി നമ്മള് ഒതുവൊക്കെ ചെയ്ത് ഇടങ്ങറായിട്ടാണ് സുബൈക്ക് പള്ളിയിൽ പോകുന്നത്, അവിടെ 2 റക്അത്ത് നിസ്കരിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ളുഹറിന്റെ നേരത്ത് നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും അവിടെ 4 റക്അത്ത് വേണ്ടത് എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, അത് നമ്മൾ അതുപോലെ അംഗീകരിക്കുന്നു. ഇതിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കഅബന്റെ വിഷയം നമ്മൾ നോക്കുക. കഅബയില് തൊടാൻ അനുവാദമുള്ള സ്ഥലങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ഹജറുൽ അസ്വദാണ്, 2 റുക്നുൽ യമാനിയാണ്. ആ തൊടാൻ അനുവാദം ഉള്ളവർക്ക് തന്നെ ചുംബിക്കാൻ അനുവാദം ഉള്ളത് 1 ഹജർ മാത്രമാണ്, ഹജറുൽ അസ്വദ് മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ള കഅബയുടെ ഭാഗങ്ങളൊന്നും തൊടാൻ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അത് തൊടുന്നതിൽ പ്രത്യേകിച്ച് പുണ്യവും ഇല്ല. അവിടെ തൊട്ടിട്ട് അതിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ബിദ്അത്തുമാണ്. അപ്പൊ എന്താ ഇത് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാം കല്ല് തന്നെയാണ്. റുക്നുൽ യമാനി ആയാലും കഅബന്റെ ബാക്കി ഭാഗങ്ങളായാലും എല്ലാം കല്ല് തന്നെയാണ്. പക്ഷെ ഈ കല്ലേ തൊടാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, തൊടുന്നു. ആ കല്ല് നമ്മൾ തൊട്ടിട്ട് എന്ത് ചെയ്യുന്നു, ചുംബിക്കുന്നില്ല. ചുംബിക്കാൻ പഠിപ്പിച്ചത് ഹജർ മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ വെച്ചാൽ അതങ്ങനെയാണ് റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ ഏത് ഇറച്ചി തിന്നാലും വുദു മുറിയൂല. ഒരാൾ ആട്ടിറച്ചി തിന്നു, അയാള് വുദു ചെയ്യേണ്ട ആവശ്യമില്ല, അയാളെ വുദു മുറിയുന്നില്ല. എന്നാൽ ഒരാൾ ഒട്ടകത്തിന്റെ ഇറച്ചിയാണ് തിന്നത് എങ്കിൽ അയാളുടെ വുദു മുറിയാണ്. അതെന്താ അങ്ങനെ ചോദിച്ചാൽ അതങ്ങനെയാണ്. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൗ കാന അദ്ദീനു ബിർറഈ, ദീന് അത് ബുദ്ധി കൊണ്ടായിരുന്നുവെങ്കിൽ പാദരക്ഷയുടെ മുകളിൽ തടവുന്നതിനേക്കാളും ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാവുക, അതിനെ താഴെ തടവാനാണ്. കാരണം താഴെയാണല്ലോ കച്ചറ ഉണ്ടാവുക. അപ്പൊ താഴെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത്, മുകളിലാണ് തടവിയത്. അപ്പൊ എല്ലാം നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലേ നമുക്ക് എവിടെയും എത്തൂല എന്നുള്ളതും കൂടി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക.
ഇനി ഇതേപോലെ തന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ റവാത്തിബ് സുന്നത്തുകൾക്കും എന്തുണ്ട്, സമയമുണ്ട്. ഫർള് നിസ്കാരങ്ങൾക്ക് സമയമുള്ളത് പോലെ തന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമുണ്ട്. റവാത്തിബിന്റെ സമയം എങ്ങനെയാണ്? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് റവാത്തിബ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ബാങ്ക് കൊടുത്താലാണ് റവാത്തിബിന്റെ സമയം തുടങ്ങുക. ആ നിസ്കാരം നിർവഹിക്കുന്നവരെ, ഫർളായ നിസ്കാരം നിർവഹിക്കുന്നവരെയാണ് റവാത്തിബിന്റെ സമയമുള്ളത്. ഇപ്പോ ഫജ്റിന് മുമ്പ് 2 റക്അത്ത് റാത്തിബത്തുണ്ട് അല്ലെ, സുന്നത്തുണ്ട്. ഫജ്ർ ബാങ്ക് കൊടുത്തത് മുതൽ റവാത്തിബിന്റെ സമയം തുടങ്ങി. ആ ഫജ്ർ എപ്പോഴാണോ ഒരാൾ ജമാഅത്തായിട്ട് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ഫജ്ർ നിസ്കാരം നിർവഹിക്കുന്നത്, അതുവരെ അയാൾക്ക് എന്തുണ്ട്, ആ 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള റാത്തിബത്തായാൽ അടുത്ത നിസ്കാരം വരെയും എന്തുണ്ട്, സമയമുണ്ട്. ഇപ്പൊ ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്, ആ റാത്തിബത്ത് നിർവഹിക്കാൻ അവർക്ക് അസ്ർ ബാങ്ക് കൊടുക്കുന്നവരെ എന്തുണ്ട്, സമയമുണ്ട് എന്നുള്ളതാണ് കാര്യം. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി സമയം തീരുന്നതിന് മുമ്പ് ഒരാൾക്ക് 1 റക്അത്തെങ്കിലും കിട്ടിയാലേ അയാൾക്ക് ആ നിസ്കാരം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ഒരാള് ളുഹർ നിസ്കരിച്ചിട്ടില്ല, അസ്ർ ബാങ്ക് കൊടുക്കുന്നത് 3:55 വിചാരിക്കുക. 3:53 മൂപ്പർക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റിയത്. അപ്പൊ ആ ബാങ്കിന് മുമ്പ് 1 റക്അത്ത് മൂപ്പർക്ക് കിട്ടിയാലാണ് എന്ത് കിട്ടിയെന്ന് പറയാൻ പറ്റുക, ളുഹർ കിട്ടിയെന്ന് പറയാൻ പറ്റുക. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അശ്ശർഹുൽ മുംതിഇൽ പറയുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കുക. മൻ അദ്റക റക്അതൻ മിനസ് സ്വലാത്തി അദ്റക സ്വലാ. ആർക്കെങ്കിലും നിസ്കാരത്തിൽ നിന്ന് 1 റക്അത്ത് കിട്ടിയാൽ അവർക്ക് എന്ത് കിട്ടി, നിസ്കാരം കിട്ടിയെന്നതാണ്. ചില ആൾക്കാർ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരും കാണാൻ പറ്റും. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സമയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാനുള്ള സമയം കിട്ടിയാലും നിസ്കാരം ശരിയാകും എന്നുള്ള അഭിപ്രായം പറഞ്ഞവരെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നമ്മളൊക്കെ നിസ്കാരങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് നേരത്തിന് തന്നെ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് 7ാമത്തെ ഷർത്തായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം, ദുഖൂലുൽ വഖ്തി. ആ ദുഖൂലുൽ വഖ്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസാലകൾ കൂടിയാണ് സൂചിപ്പിച്ചത്. ആ ഭാഗം ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്ത ഷർത്തിലേക്ക് നീങ്ങാണ്. അശ്ശർതു സാമിൻ, 8ാമത്തെ ഷർത്ത്. മൊത്തം എത്ര ഷർത്തുകളാണുള്ളത്? 9. 8ാമത്തെ ഷർത്തായിട്ട് ഷെയ്ഖ് പറയുന്നു, ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിയുക. ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ്. വദ്ദലീലു ഖൗലുഹു തആല, അങ്ങനെ ഖിബ്ലയിലേക്ക് തിരിയണമെന്ന് പറയാനുള്ള തെളിവ് അല്ലാഹു പറഞ്ഞു, ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈതുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അപ്പോൾ ഇതാണ് കഅബയിലേക്ക്, ഖിബ്ലയിലേക്ക് തിരിയണം എന്നുള്ളതിന് തെളിവ്. നമ്മുടെ ഖിബ്ല ഏതാണ്? കഅബയാണ്. കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അത് നിസ്കാരം ശരിയാകാനുള്ള ഷർത്താണ്. ഒരാൾക്ക് എങ്ങനെയാണ് ഖിബ്ല അറിയാൻ പറ്റുക? അതിന് 3 മാർഗങ്ങൾ, 4 മാർഗങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കഅബ കാണുക എന്നുള്ളതാണ്. അതെവിടെ വെച്ചാണ് നടക്കുക? ഹറമിലാണെങ്കിൽ, മക്കയിലാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കഅബ കണ്ടിട്ട് ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റും. രണ്ടാമത്തേത്, വിശ്വസ്തനായ ഒരാൾ നമുക്ക് അറിയിച്ചു തരലാണ്. അപ്പൊ നമുക്ക് അറിയാത്തൊരു നാട്ടിൽ നമ്മൾ എത്തി, നമുക്ക് ഖിബ്ല എങ്ങോട്ടാന്ന് അറിയില്ല. അപ്പൊ ആ നാട്ടില് വിശ്വാസയോഗ്യനായ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞാലാണ് ഖിബ്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഖിബ്ല അറിയാൻ പറ്റും. മൂന്നാമത്തൊരു മാർഗം, പള്ളികളുടെ മിഹ്റാബുകൾ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഖിബ്ല അറിയാനുള്ള ഒരു മാർഗം എന്താ വെച്ചാൽ പള്ളികളുടെ മിഹ്റാബ് എങ്ങോട്ടാ നോക്കുക, അത് ഖിബ്ലയിലേക്കാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് മൂന്നാമത്തൊരു മാർഗം. ഈ 3 മാർഗങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇജ്തിഹാദ് ഉള്ളത്, എന്ത് ഗവേഷണം നടത്താനുള്ള അവസരം ഉള്ളത്. നമുക്ക് പരിചയമില്ലാത്തൊരു നാട്ടിലെത്തി, അവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്, നിസ്കരിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്, നമ്മൾ ആരോട് ചോദിച്ചില്ല, നമുക്ക് ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ഖിബ്ല ഫൈൻഡർ വെച്ചിട്ട് നിസ്കരിച്ചു. അവസാനം നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഖിബ്ല തെറ്റിയിട്ടുണ്ട്. അവരുടെ നിസ്കാരം എന്താവൂല,
ശരിയാവില്ല. ആ നിസ്കാരം അവര് മടക്കി നിർവഹിക്കണം. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല, ഇതേപോലെ കിബില എവിടെയെന്ന് ചോദിക്കാൻ ആൾക്കാരില്ല, പള്ളികളൊന്നും ഇല്ലാത്തൊരു സ്ഥലം, അപരിചിതമായ ഒരു നാട്, അവിടെ മുസ്ലിങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല, കിബില അറിയാനുള്ള ഒരു മാർഗമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇജ്തിഹാദ് നടത്തുന്നു. ഇജ്തിഹാദ് നടത്താന്ന് പറഞ്ഞാൽ ഇതേപോലെ കിബില ഫൈൻഡർ അല്ലെങ്കിൽ കോമ്പസ്, പിന്നെ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് കിബില നിർണ്ണയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഒരാൾ നിസ്കരിച്ചു, അയാൾക്ക് വേറെ മാർഗമൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് എന്ത്? കിബില തെറ്റിയിട്ടുണ്ട്. പ്രശ്നമില്ല, ആ നിസ്കാരം സ്വീകാര്യോഗ്യമാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതും. നമുക്ക് കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ വിഷയത്തിൽ അവിടെ അങ്ങനെ കഴിയുള്ളൂ. അത് നമ്മൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ത്? കിബില തെറ്റിയിട്ടുണ്ട്. എന്നാൽ ആദ്യം തന്നെ പോയിട്ട് ഈ പണിയെടുത്തിട്ട് പിന്നെ അവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഓരോടൊന്നും അന്വേഷിച്ചിട്ടില്ല, പള്ളികൾ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ തെരഞ്ഞിട്ടില്ല. നമ്മൾ നിസ്കരിച്ചതിന് ശേഷം കിബില തെറ്റിയിട്ടുണ്ട് എങ്കിൽ ആ നിസ്കാരം ശരിയാവൂല. അവരെന്ത് ചെയ്യണം? ആ നിസ്കാരം മടക്കി നിർവഹിക്കുകയും ചെയ്യണം എന്നതാണ് വിഷയം. അറിയില്ലെങ്കിൽ ചോദിക്കണം എന്നുള്ളതാണ്. അതാ നമ്മൾ പറഞ്ഞത്, ഒരു വഴിയില്ല, കിബില അറിയാൻ ഒരു മാർഗമില്ല, ചോദിക്കാൻ ആൾക്കാരില്ല, അറിയാൻ പള്ളികളില്ല, ഒന്നുമില്ല. അപ്പൊ മുമ്പൊരു ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് എന്ത് ചെയ്തു? നിസ്കരിച്ചു. പ്രശ്നമില്ല, വേണ്ട. മാർഗമുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഫ്രണ്ട് അവിടെ ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അത് ചെയ്യാൻ പാടില്ല. മൂപ്പര് ആദ്യം എന്ത് ചെയ്യണം? അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൂപ്പര് ആ ഫ്രണ്ടിനോട് ചോദിക്കണം. അവിടെ ഒരു ഫ്രണ്ട് മൂപ്പർക്ക് ഉണ്ട് എങ്കിൽ ആ ഫ്രണ്ടിന് അറിയാലോ കിബില എങ്ങോട്ടാന്നുള്ളത്. ഇതൊന്നുമില്ല. അതിലെന്താ വെച്ചാല്, ഒരാളടുത്ത് സംവിധാനം ഉണ്ട് എങ്കിൽ രണ്ടാൾക്കാർ നോക്കണം എന്നുള്ളതാണ്. ഇനി ആരടുത്തും സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നിസ്കരിച്ചു. നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ നിസ്കരിച്ചു. പിന്നെ ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് പറയാണ് നമ്മൾ നിസ്കരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ മടക്കി നിർവഹിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ട്രെയിനാണ് ഉദ്ദേശിക്കുന്നത്? അതെ, ആ വിഷയത്തിൽ എന്ത് ചെയ്യാ? നമുക്ക് കിബില കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം തുടങ്ങി പിന്നെ തെറ്റിപ്പോയി എന്നുള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. ട്രെയിനിൽ യാത്രയിൽ എന്ത് ചെയ്യും? കിബില നമുക്ക് അറിയാൻ പറ്റും. കിബില അപ്പൊ നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ നിർവഹിക്കാന്നുള്ളതാണ്. അപ്പൊ ഈ വിമാനത്തിലൊക്കെയുള്ള യാത്രയിൽ നമുക്ക് ചില വിമാനങ്ങളിൽ എന്തുണ്ടാവും? നിസ്കരിക്കാനുള്ള മുസല്ല ഉണ്ടാവും, ചെറിയ മുസല്ല സൗകര്യങ്ങളൊക്കെ ഈ സൗദിയുടെ പല വിമാനങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത സംവിധാനങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് നിർവഹിക്കാൻ പറ്റുക? അങ്ങനെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ യാത്രയുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? ജംഅ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ നിസ്കാരം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ പറ്റുമല്ലോ. അത് കഴിയാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്യേണ്ടത്? വാഹനത്തിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു രൂപം നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ജംഅ് ചെയ്യാന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ യാത്ര പുറപ്പെടുന്നത് 12:45 വിചാരിക്കുക. നമ്മള് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് അല്ലെങ്കിൽ എയർപോർട്ടിലാണുള്ളത്. അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? ദുഹറും അസ്റും നിസ്കരിക്കുക. ദുഹറും അസ്റും നിസ്കരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? യാത്ര തുടങ്ങുന്നു. ഇനി അതല്ല എങ്കിൽ നമ്മള് 12 മണിക്കാണ് പുറപ്പെടുന്നത് വിചാരിക്കുക. ദുഹർ ബാങ്ക് കൊടുത്തിട്ടില്ല, പ്രശ്നമില്ല. നമ്മൾ അസറിന് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലെത്തും, അല്ലെങ്കിൽ അസറിന് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും, മഗ്രിബിന് മുമ്പായിട്ട് എത്തുമെങ്കിൽ ദുഹറും അസറും എന്ത് ചെയ്യുക? നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നിർവഹിക്കുക. എന്നാൽ ഈ നിലക്കൊന്നും അല്ല, നിസ്കാരത്തിന് സമയം തെറ്റുന്ന യാത്രയാണ് എങ്കിൽ നമുക്ക് വാഹനത്തിൽ വെച്ചിട്ട് എങ്ങനെയാണോ നിർവഹിക്കാൻ കഴിയുക അങ്ങനെ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലെ ഈ ഫർള് നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും വിഷയത്തിൽ, കിബിലയുടെ വിഷയത്തിൽ ചെറിയൊരു ഇളവുണ്ട്. സുന്നത്ത് നിസ്കാരത്തിൽ യാത്രക്കാരൻ എന്ത് ചെയ്യാം? കിബിലയിലേക്ക് തിരിയാതെ തന്നെ എന്ത് ചെയ്യാം? നിസ്കരിക്കാന്നുള്ളതാണ്. രണ്ടാണെങ്കിലും നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ് എങ്കിൽ ഫർള് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും കിബിലയിലേക്ക് തിരിയാന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഒരു യാത്രക്കാരനാണ് എങ്കിൽ അയാൾക്ക്
കിബിലയിലേക്ക് അല്ലാതെ എന്ത് ചെയ്യാം, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാന്നുള്ളതാണ്. അതിൽ ഒരു ഹദീസ് ശ്രദ്ധിക്കുക. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ 1097-ാമത്തെ ഹദീസായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അലർ റാഹില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്താണ് ഉള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചിട്ട് വാഹനപ്പുറത്തിരുന്നിട്ട് നിസ്കരിക്കുന്നു. വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ദാലിക ഫി സ്വലാത്തിൽ മക്തൂബ. നിർബന്ധമായ നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പൊ ഫർള് നിസ്കാരമാണെങ്കിൽ നബി വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങും, എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് പൂർണ്ണമായ നിൽക്കുന്ന നിസ്കരിക്കും. അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളാണ് എങ്കിൽ നബി വാഹനപ്പുറത്ത് ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു, ആദ്യം കിബിലയിലേക്ക് തിരിയും, എന്നിട്ട് പിന്നെ വാഹനം എങ്ങോട്ടാണ് പോകുന്നത് ആ ദിശയിൽ അങ്ങനെ നിസ്കരിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. അത് സുന്നത്ത് നിസ്കാരത്തിന്റെയും ഫർള് നിസ്കാരത്തിന്റെയും വിഷയത്തിൽ, കിബിലയുടെ വിഷയത്തിൽ വരുന്ന ഒരു മസ്അല മാറ്റാണ് നമ്മൾ അവിടെ കാണേണ്ടത്. അതിൽ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളുടെ വിഷയത്തിൽ പല ഇളവുകളും ഫർള് നിസ്കാരങ്ങളിൽ ഇല്ലാത്തത് നമുക്ക് കാണാൻ പറ്റും. ഒരാൾക്ക് വേണമെങ്കിൽ സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യാം, ഇരുന്നിട്ട് നിസ്കരിക്കാലോ. ഒരു ഇളവുമില്ല, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, എന്നാൽ മൂപ്പർക്കൊന്ന് ഇരുന്ന് നിസ്കരിക്കണം എന്ന് തോന്നി. ഇപ്പോ തറാവീഹ് സുന്നത്തായ നിസ്കാരാണ്. മൂപ്പർക്ക് നല്ല ചെറുപ്പക്കാരനാണ്, ആരോഗ്യമൊക്കെ ഉണ്ട്, നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മൂപ്പർ എന്ത് ചെയ്തു, ഇരുന്നിട്ടാണ് നിസ്കരിച്ചത്. അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നത് എന്തില്ല, പ്രശ്നമില്ല. പക്ഷെ നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലിയേ കിട്ടുള്ളൂ. ആരോഗ്യം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഒരാൾ സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി കൂലിയെ ഓൻക്ക് കിട്ടുള്ളൂ. ഈ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കൂലിയും കിട്ടുന്നുള്ളതാണ്. അപ്പൊ അത് സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ഇളവാണ്. ഇനി കഅബയിലേക്ക് തിരിയാന്ന് പറയുമ്പോ ഐനുൽ കിബില, കിബിലയുടെ ആ കിബില തന്നെ കിട്ടണം, അല്ല കിബിലയുടെ ദിശ കിട്ടിയാൽ മതിയോ? അതിൽ രണ്ട് വീക്ഷണം നമുക്ക് കാണാൻ പറ്റും. ഐനുൽ കിബില തന്നെ വേണ്ട ആൾക്കാരുണ്ടാവും. ഓരാരാണ്? എവിടെ വെച്ച് നിസ്കരിക്കുന്ന ആൾക്കാരാണ്? ഹറമിൽ വെച്ച് നിസ്കരിക്കുന്ന ആൾക്കാർ, മക്കയിൽ വെച്ച് നിസ്കരിക്കുന്ന ആൾക്കാർ. ഓർക്ക് ഐനുൽ കിബില തന്നെ, കിബില തന്നെ കിട്ടണം. ഇവിടെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയാൽ മതി? കിബിലയുടെ ദിശ കിട്ടിയാൽ മതി. കിബിലയുടെ ദിശയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. ഐനുൽ കിബിലയുണ്ട്, ജിഹത്തുൽ കിബിലയും ഉണ്ട്. നമുക്ക് ജിഹത്തുൽ കിബില മതിയാകും. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ടും അതുപോലെ തന്നെ മക്കയിൽ വെച്ചിട്ടൊക്കെ നിസ്കരിക്കുന്ന ഒരാളാണ് എങ്കിൽ അവര് ഐനുൽ കിബിലയിലേക്ക്, ആ കിബിലയിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കഅബയിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് നിസ്കരിക്കണം. അവർക്ക് ആ കഅബന്റെ ദിശ പോരാ. ഇവിടെ വെച്ച് നിസ്കരിക്കുന്ന, ദൂരെ നിസ്കരിക്കുന്ന ഒരാൾക്ക് എന്ത് മതി? ജിഹത്തുൽ കിബില മതി, കിബിലയുടെ ദിശ മതി എന്നതുമാണ് വിഷയം. എന്നാൽ ഈ ആയത്ത് ഓതുമ്പോൾ 8ാമത്തെ ഷർത്ത് പറയുന്നിടത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല കൊണ്ടുവരുന്ന ഈ ആയത്ത് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 16-17 മാസങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്? ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കിബിലയിലെ കഅബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കണം എന്നുള്ളത്. മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കിബില ഏതായിരുന്നു? ബൈത്തുൽ മഖ്ദസ് ആയിരുന്നു. ആ ബൈത്തുൽ മഖ്ദസ് മാറിയിട്ടാണ് പിന്നെ കഅബ വരുന്നത്. നബി മക്കയിലുള്ള സമയത്ത് എന്താ ചെയ്തിരുന്നത് വെച്ചാല്, നബി ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിയും. പക്ഷെ മക്കയിലുള്ള സമയത്ത് ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിയുമ്പോൾ കഅബ മുന്നിൽ വരുന്ന നിലക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിയാൻ പറ്റും. അപ്പൊ നബി അവിടെ വെച്ച് അങ്ങനെയാണ് നിസ്കരിച്ചിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ട് ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിയുമ്പോൾ കഅബ എവിടെയാണ്? പിറകിലാണ്. അപ്പൊ നബിന്റെ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കഅബ കിബ്ലയായിട്ട് കിട്ടണം എന്നുള്ളത്. ആ ആഗ്രഹമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. അതാണ് ഇവിടെ ഈ ആയത്തിന് പറയുന്നത്, ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ്സമാ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ. നിങ്ങൾ തൃപ്തിപ്പെടുന്ന കിബിലയിലേക്ക് നാം നിങ്ങളെ തിരിക്കുന്നതാണ്. അങ്ങനെയാണ് കിബിലമാറ്റം വരുന്നത്. കിബിലമാറ്റത്തിന്റെ സമയത്ത് വളരെ ചിന്തനീയമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. ഒരു അസറിന്റെ സമയത്താണ് ഈ കിബിലമാറ്റത്തിന്റെ വിധി വരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ചിട്ട് ജമാഅത്തായിട്ട് നിർവഹിച്ച ഒരാള് നബിന്റെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പുറത്തെ പള്ളിയിലേക്ക്
ഓടുകയാണ്. അപ്പുറത്തെ പള്ളിയിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാനിതാ നബിന്റെ കൂടെ അസർ നിസ്കരിച്ചിട്ടാണ് വരുന്നത്, ഞങ്ങള് കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് അസർ നിസ്കാരം നിർവഹിച്ചത്. അപ്പൊ അവിടെയുള്ള മനുഷ്യന്മാര് റുക്കൂയിലാണ്. ഇയാളിത് വിളിച്ചു പറയുന്ന സമയത്ത് ആ പള്ളിയിലുള്ള ആൾക്കാര് റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരെന്താ ചെയ്തത്? ഒരു നേരെ റുക്കൂന്ന് തിരിയാണ്. നമ്മൾ ചിന്തിക്കണ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോ കഅബ എവിടെയാണ്? പറകിലാണ്. ഇമാമും മഅ്മൂമും ആ പറകിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യാണ്? പൂർണ്ണമായിട്ടും തിരിഞ്ഞിട്ട് കഅബയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് ചിന്തിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ നിസ്കാരം തുടങ്ങിയല്ലോ, ഇപ്പൊ എന്തായാലും റുക്കൂയിലെത്തി, ഇനി അടുത്ത റക്അത്തിൽ നോക്കാം എന്നുപോലും അവര് ആലോചിച്ചിട്ടില്ല. ഏതായാലും ഇപ്പൊ അസർ നിസ്കാരമാണ്, ഇനി മഗ്രിബിന് നമുക്ക് എന്ത് ചെയ്യാം? കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാന്നല്ല. നബി തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ റുക്കൂയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അവര് നേരെ കഅബയിലേക്ക് തിരിയാണ്. അതെ, അതാണ് മസ്ജിദ് കിബിലത്തെ എന്ന് പറഞ്ഞാല് ഒരേ നിസ്കാരം തന്നെ രണ്ട് കിബിലയിലേക്ക് നിർവഹിച്ച പള്ളിയാണത്. ഒറ്റ നിസ്കാരം തന്നെ രണ്ട് കിബിലയിലേക്ക് ആക്കിയിട്ടാണ്. അതെ, മദീനയിൽ പോയ ആൾക്കാർക്ക് ആ മസ്ജിദുൽ കിബിലത്തേന് കാണാൻ പറ്റും. ഓക്കെ, അതാണ് 8ാമത്തെ ഷർത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി 9ാമത്തെ ഷർത്ത്, അശ്ശർതു താസിഅ, നിസ്കാരം ശരിയാകാനുള്ള ഏറ്റവും അവസാനത്തെ ഷർത്താണത്. അന്നിയ്യത്തു, എന്താണ്? നിയ്യത്താണ്. വമഹല്ലുഹൽ ഖൽബു, ആ നിയ്യത്തിന്റെ സ്ഥാനം, മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം. അൽ ഖൽബു, നിയ്യത്ത് എവിടെ ഉണ്ടാവേണ്ടത്? ഹൃദയത്തിലാണ്, ഖൽബിലാണ് ഉണ്ടാകേണ്ടത്. വത്തലഫ്ഫുദു ബിഹാ ബിദ്അത്തുൻ, അത് ഉച്ചരിക്കുക എന്നത് ബിദ്അത്താണ്. വദ്ദലീലുൽ ഹദീസ്, അതിനുള്ള തെളിവായിട്ട് ശൈഖ് കൊടുക്കുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഹിൻ മാ നവാ. എല്ലാ കർമ്മങ്ങളും അള്ളാഹു പരിഗണിക്കുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കിയിട്ടുള്ളത് അതാണ് അവർക്കുണ്ടാവുക. ഇതാര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്? ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിലെ എത്രാമത്തെ ഹദീസാണ്? 1ാമത്തെ ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിലെ 1ാമത്തെ ഹദീസാണ് ഇത്. ദീനിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഹദീസ്. സഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും അവസാനത്തെ ഹദീസ് ഏതാണ്? നമുക്ക് സുപരിചിതമായ ഹദീസ് തന്നെയാണ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ, മീസാനിൽ കനം തൂങ്ങുന്ന 2 വാക്കുകൾ, നാവിന് എളുപ്പമുള്ള 2 വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അതാണ് സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസ്, ഏറ്റവും ലാസ്റ്റ് ഹദീസ്. 1ാമത്തെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അപ്പൊ നമ്മളെ മനസ്സിലുള്ള എന്താണ്? എന്തായാലും എന്റെ സമയം കഴിഞ്ഞു, സോ നേരം തെറ്റി, ഞാൻ ഇപ്പൊ നിസ്കരിക്കാൻ പോവാന്നുള്ളതല്ലേ മനസ്സിലുള്ളത്. അതന്നെയാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മള് നേരം തെറ്റിപ്പോ 8 മണിക്കാണ് നമ്മള് സുബഹിക്ക് നീച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ മനസ്സിലുണ്ടാവും, പഠിച്ചോനെ 8 മണിയായി പോയല്ലോ, സുബഹിക്കാകെ തെറ്റിപ്പോയി. ഇപ്പോ സുബഹി നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ നമ്മളെ മൈൻഡിൽ ആ ചിന്ത ഉണ്ടല്ലോ. അതന്നെയാണ് എന്ത്? നിയ്യത്ത് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ചില ആൾക്കാർ ഈ അതാണ് ആ ചൊല്ലി പറയാന്നുള്ളൊരു ഏർപ്പാട് എന്ത് ചെയ്തിട്ടില്ല. അത് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. നമ്മളെന്തായാലും നേരെ തെറ്റിയിട്ടാണ് നിർവഹിക്കുന്നതെന്നുള്ള ആ ചിന്ത മനസ്സിലുണ്ടല്ലോ. അതന്നെയാണ് എന്ത്? നിയ്യത്ത് എന്നുള്ളത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്ന എപ്പോഴാണ്? നിസ്കാരം നിർബന്ധമായത്? നമ്മൾ 1ാമത്തെ ദർസിൽ പറഞ്ഞില്ലേ, മിഅ്റാജിന്റെ രാത്രിയിലാണ്. അത് മക്ക ജീവിത കാലഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതോ ഹിജ്റ എത്ര വർഷമാണ്?
നബി മരിച്ചിട്ടില്ലേ? ഹിജ്റ 11-ലാണ് അല്ലെ? ഹിജ്റ 11 റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. നേരെയോ? 3 മിനിറ്റ് കൂടി ഉണ്ടല്ലേ. അപ്പൊ ഹിജ്റ 11 റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. അപ്പൊ ഇതിനിടയിൽ എത്ര കാലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു എന്നുള്ളത് നമ്മൾ നോക്കുക. പക്ഷെ ഒരു സഹാബിയിൽ നിന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നവൈതു അൻ ഉസല്ലിയ എന്ന് പറഞ്ഞിട്ട് നിയ്യത്ത് ചൊല്ലി പറഞ്ഞൊരു രീതി വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ത്? നിസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളും സഹാബിമാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദത്തു ഫീ റഅസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹിയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലും താടി രോമങ്ങളിലും എത്ര മുടികൾ നരച്ചിട്ടുണ്ട് എന്ന് വരെ ഞങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ട്. ഇതാണ്. അപ്പൊ അത്രക്കും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹാബിമാര് ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ നിന്ന സമയത്ത് നവൈതു അൻ ഉസല്ലിയ എന്ന് ചൊല്ലി പറഞ്ഞതായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതൊരു സഹാബിയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ കൂട്ടത്തിൽ നിന്നും അങ്ങനത്തെ ഒരു അഭിപ്രായം നമുക്ക് കാണാൻ പറ്റൂല. അത് പിൽക്കാലത്ത് വന്നതാണ്. ഈ നിയ്യത്ത് ചൊല്ലി പറയുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഒരു വസ്വാസിന്റെ വാതിൽ തുറക്കൽ കൂടി അവിടെ ഉണ്ട്. ഇപ്പൊ ചില മനുഷ്യന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മളെ കൂടെ നിസ്കരിക്കാൻ എത്തിയിട്ടുണ്ടാവും, അവനോട് തക്ബീർ ചൊല്ലിയിട്ടുണ്ടാവൂല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഈ തക്ബീർ ചൊല്ലലും മനസ്സിൽ ഇത് കാണലും ഒക്കെ കൂടി ഒപ്പാകണം എന്ന് വിചാരിച്ചിട്ട് ഓൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാകും, കൈ കെട്ടുന്നുണ്ടാകും, കൈ അഴിക്കുന്നുണ്ടാകും, വീണ്ടും കെട്ടുന്നുണ്ട്, വീണ്ടും അഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വസ്വാസിന്റെ വാതിൽ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും തുറക്കരുത് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് നിയ്യത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. എന്നാൽ അതിലൊരിക്കലും അനാവശ്യമായിട്ട് ഒരു വസ്വാസിന്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുകയും ചെയ്യരുത്. പിശാചിനോന്റെ കാര്യങ്ങൾ നമ്മൾ എളുപ്പമാക്കി കൊടുക്കേണ്ടതില്ല. ഈ നിയ്യത്ത് ചൊല്ലി പറയുന്ന വിഷയത്തിൽ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ഏത് ഇബാദത്താണെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം. ഇപ്പൊ നിസ്കാരത്തിന്റെ നിയ്യത്ത് നമ്മൾ ചൊല്ലി പറയുന്നു, നോമ്പിന്റെ നിയ്യത്ത് ചൊല്ലി പറയുന്നു, ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചൊല്ലി പറയുന്നു. ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്, ആ നിയ്യത്ത് ആരെങ്കിലും ചൊല്ലി പറയലുണ്ടാവും? ഒരാൾ നമ്മളെ അടുത്തേക്ക് ഒരു സഹായം ചോദിച്ചു വന്നു, നമ്മളെ പോക്കറ്റിൽ നിന്ന് ഒരു 100 റുപ്യ എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും പൈസ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നവൈതു അൻ അതസദ്ദഖ എന്ന് പറഞ്ഞിട്ട് നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടാണോ സ്വതക്ക കൊടുക്കാറുള്ളത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കൽ പോലും പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ പുഞ്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഞാനിത് അയാളോട് പുഞ്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നു, നവൈതു അൻ അതളഹഖ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു എന്നുള്ള നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടാണ് നമ്മൾ ചിരിക്കാറുള്ളത്. അല്ലാതെ നമ്മളെ മനസ്സിലുള്ള തേട്ടാണ്. അയാളോട് ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ട് ഇത് നബി പഠിപ്പിച്ചെന്ന കാര്യമാണ്, പുണ്യമുള്ള സംഗതിയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. ആ തേട്ടമാണെന്ത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഈ നോമ്പിന്റെ സമയത്ത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ, നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ എന്തായാലും ഉണ്ടാവും, നമ്മളെ ചെറുപ്പത്തിൽ തന്നെ ഈ വീട്ടിലെ മുതിർന്ന ആൾക്കാർ കുട്ടികളൊക്കെ വിളിച്ചിരുത്തിയിട്ട് നിയ്യത്ത് ചൊല്ലി കൊടുക്കും അല്ലെ? ആ ചൊല്ലി കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ അവരിങ്ങനെ ചൊല്ലും, നമ്മളതിങ്ങനെ ഏറ്റു ചൊല്ലും. ശരിക്കും ഒരാൾ ആ സമയത്ത് അത്തായം കഴിക്കാൻ എന്നിട്ട് എന്തിനാണ്? എന്തിനാ അത്തായം കഴിക്കാൻ എന്നിട്ടത്? നോമ്പെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അതന്നെയാണ് എന്ത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഞാൻ നാളെ നോമ്പുകാരനാണ്, അതുകൊണ്ടാണ് ഉപര അത്തായം കഴിക്കാൻ തന്നെ എഴുന്നേറ്റിട്ടുള്ളത്. സാധാരണ അല്ലാത്ത ദിവസങ്ങൾ ഉപര ആ നേരത്തെ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അന്ന് എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? നാളെ നോമ്പായത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ചിന്തയാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ആ നിയ്യത്ത് പാളിക്കഴിഞ്ഞാല് പ്രശ്നമാണ്. ഇപ്പോ ദുഹർ 4 റക്അത്താണ്, അസറും 4 റക്അത്താണ്. ദുഹറും അസറും തമ്മിലുള്ള ഒരേ ഒരു മാറ്റം എന്താണ്? സമയമൊക്കെയാണ്. നിർവഹിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള മാറ്റം എന്താണ്? നിയ്യത്ത് മാത്രമല്ലേ ഉള്ളൂ. ദുഹറിനെയും അസറിനെയും വേർതിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? നിയ്യത്താണ്. ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്, ഫജർ 2 റക്അത്ത് നിർബന്ധമാണ്. രണ്ടും നിർവഹിക്കുമ്പോൾ ഉള്ള ആ നിയ്യത്ത്, അതാണ് സുന്നത്തിനെയും ഫർദിനെയും വേർതിരിക്കുന്നത്. അതാണ് അസറിനെയും ദുഹറിനെയും വേർതിരിക്കുന്നത്. അപ്പൊ ആ നിയ്യത്തിന്റെ വിഷയം എന്ത് ചെയ്യുക? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നിയ്യത്ത് പാളാതിരിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രം കൊതിച്ചുകൊണ്ടായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ.
അപ്പോൾ ഇതോടുകൂടി അൽഹംദുലില്ലാഹ് ഷുറൂത്തു സലാത്ത് എന്ന ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 9 ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമൊന്നുമല്ല നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്നാലും ഷുറൂത്തു സലാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കിതാബിന്റെ പ്രധാനപ്പെട്ട ഷർഹുകളൊക്കെ അവലംബിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇനി അടുത്തൊരു ഭാഗം അർക്കാനുകളാണ്. അർക്കാനു സ്വലാത്ത്, നിസ്കാരത്തിന്റെ 14 റുക്നുകൾ, പിന്നെ റുക്നുകൾ കഴിഞ്ഞാൽ വാജിബാത്തുകൾ, 8 വാജിബുകൾ. അതുകൂടിയാണ് ഈ കിതാബിൽ ഉൾക്കൊള്ളുന്ന സംഗതികൾ. ജസ്റ്റ് ഈ 9 ഷർത്തുകളൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ് നിസ്കാരം ശരിയാകാനുള്ള 9 ഷർത്തുകൾ എന്നുള്ളത്? ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിം ആവുക. 2 ബുദ്ധി ഉണ്ടാവുക. 3 വകതിരിവ് എത്തുക. 4 റഫ്ഉൽ ഹദസി, അശുദ്ധി ഉയർത്തുക. 5 ഇസാലത്തുൻ നജാസ, നജസ് നീക്കം ചെയ്യുക. 6 ഔറത്ത് മറക്കുക, സത്രുൽ ഔറ. 7 ദുഖൂലുൽ വഖ്തി, സമയമാവുക. 8 ഇസ്തിഖ്ബാലുൽ കിബ്ല, കിബ്ലയിലേക്ക് തിരിയുക. 9 അന്നിയത്തു, നിയ്യത്ത് ഉണ്ടാവുക. ഈ 9 ഷർത്തുകൾ നമ്മൾ കുറിച്ച് വെക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ നോട്ട്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ക്ലാസ് പറഞ്ഞ മൊത്തത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ആകത്തുക ആ നോട്ട്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. അപ്പൊ അത് വായിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ ദർസിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. റവാത്തിബ് നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എപ്പോഴാണ്? ബാങ്ക് കൊടുത്താൽ സമയം തുടങ്ങി. നമസ്കാരം വരെയാണ് സമയമുള്ളത്. ഫർദ് നിസ്കാരം വരെയാണ് റവാത്തിബ്, മുമ്പുള്ള റവാത്തിബിന്റെ സമയം. ഇനി ഒരു നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബാണെങ്കിലോ, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അടുത്ത നമസ്കാരത്തിന് സമയമാകുന്നത് വരെ, അടുത്ത നമസ്കാരം നിർവഹിക്കുന്നവരെയല്ല, ബാങ്ക് വരെ, അടുത്ത നിസ്കാരത്തിന്റെ ബാങ്ക് വരെയാണ് അതിന് സമയമുള്ളത്. ഒരാള് മഗ്രിബ് സമയം 6:24 6:23 മൂപ്പര് തക്ബീർ ചൊല്ലി മഗ്രിബ് നിസ്കരിച്ചു. അയാളെ നിസ്കാരത്തിന്റെ വിധി എന്താണ്? നിസ്കാരം ശരിയാവുകയില്ല. ബോധപൂർവ്വമാണ് നിസ്കരിച്ചെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. അറിയാതെ നിസ്കരിച്ചാണെങ്കിൽ ആ നിസ്കാരം ശരിയാവൂല. നിസ്കരിച്ചതിന് ആ എഫേർട്ട് എടുത്തതിനുള്ള കൂലി അള്ളാഹു തരും. എന്നാൽ മഗ്രിബ് നിസ്കാരം തീരുന്ന സമയത്തിന് ശേഷം അവർ വീണ്ടും മടക്കി നിർവഹിക്കണം എന്നുള്ളതാണ്. കിബില അറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നേരിട്ട് കാണുക, അല്ലെ? കാബയിലുള്ള ഹറമിലുള്ള ആൾക്കാർക്ക് നേരിട്ട് കാണാൻ പറ്റും. അല്ല എങ്കിൽ വിശ്വസ്തനായ ഒരാൾ നമുക്ക് അറിയിച്ചു തരിക. പിന്നെ പള്ളികളുടെ മിഹ്റാബുകൾ നോക്കിയിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ ഗവേഷണം നടത്തുക, ഇജ്തിഹാദ് നടത്തുക, കോമ്പസ് അല്ലെങ്കിൽ കിബില ഫൈൻഡർ, നക്ഷത്രങ്ങൾ നോക്കിയിട്ട് കണ്ടെത്തുക, അങ്ങനത്തെ രീതിയൊക്കെ. ഓക്കെ, സുന്നത്ത് നിസ്കാരങ്ങൾ ഒരാൾക്ക് ഇളവില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂലേ? പറ്റും. പക്ഷെ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി കൂലിയെ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് റുക്കിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അൽ ഖിയാമു മഅൽ ഖുദ്റ, അതാണ് റുക്കിന്റെ കൂട്ടത്തിൽ ഒരു റുക്കിന്. 14 റുക്കിനുകളിൽ ഒന്ന് കഴിവുണ്ടെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഒരാള് കഴിവുണ്ടായിട്ട് ഫർള് നിസ്കാരം ഇരുന്നിട്ട് നിസ്കരിച്ചാലോ ഒരു നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വീകാര്യോഗ്യമാവുകയില്ല. ഓക്കെ, ഏതായാലും തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്.